like this? അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ട് കണ്ണേ കാണില്ല. നമ്മുടെ നാട്ടിലത്തെ ഐഷ പാത്തുവായ പോലുണ്ട്. ഇത് എന്താ പൊന്നോ ചെറുതെന്ന് പറഞ്ഞ ഫസ്റ്റ് സീസണാ? ബിഗ് ബാൺ ഫാമിലിക്ക് വേണ്ടി വന്നതാണ്. പക്ഷെ എന്താ പ്രശ്നം പറഞ്ഞാൽ ബിൽവർദഹള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ് ഇല്ല. ഓട്ടോയ്ക്കൊക്കെ ചോദിക്കുമ്പോൾ വൻ റേറ്റ്, അന്യായ റേറ്റാണ് പറയുന്നത്. 600 രൂപയൊക്കെയാണ് പറയുന്നത് ആകെ 8 കിലോമീറ്ററിന്. അപ്പോൾ നമ്മൾ വല്ല ലിഫ്റ്റ് കിട്ടുമോ നോക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വേറെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഉള്ളത് കഗ്ഗലിപുര റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. കഗ്ഗലിപുര റോഡ്. ബിൽവർദഹള്ളിക്ക് ബസ്സില്ല. അപ്പോൾ നമ്മൾ ബന്നാർഘട്ടയ്ക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബന്നാർഘട്ട പോയിട്ട് അവിടെ നിന്ന് പിന്നെ ബിൽവർദഹള്ളി പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറ്റിക്കണോന്ന് അറിയില്ല. പക്ഷേ 5 കിലോമീറ്റർ 6 കിലോമീറ്ററിന് ഇവർ 20 രൂപയൊക്കെയാണ് വാങ്ങണത് കേട്ടോ ബസ് ഫെയർ. എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കഗ്ഗലിപുര റോഡ് ഇറങ്ങിയിട്ട് ബന്നാർഘട്ട, അവിടെ നിന്ന് വേണം പിന്നെ ഇനി ബിൽവർദഹള്ളി. അങ്ങനെ അവസാനം നമ്മൾ എങ്ങനെയൊക്കെയോ വഴി കണ്ടുപിടിച്ച് ബിഗ് ബാൺ നാച്ചർ ഫാമിൽ എത്തിയിട്ടാണ്. നിങ്ങൾ ബൈക്ക് കൊണ്ട് വരികയാണെങ്കിൽ വലിയ സീനില്ല. ബോർഡ് കണ്ടു, ഈ കാണാനാണ് ബോർഡ്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല, നടക്കാം. കണ്ടുപിടിക്കാൻ കുറേ കഷ്ടപ്പെട്ടു. എന്താ പറയുക, ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ പോകാൻ തന്നെ ഓട്ടോക്കാർ ചോദിക്കുന്ന പൈസ എന്ന് പറയുന്നത് 500 600 ഓക്കെ. അപ്പോൾ ബൈക്കോ വണ്ടിയൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് വരുന്നവർക്ക് പ്രശ്നമല്ല. ബട്ട് അല്ലാതെ നമ്മൾ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ ആണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഈ വഴിക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത്തിരി കോസ്റ്റ്ലി ആണ്. ലൈക്ക് നോർമൽ ടൂറിസ്റ്റുകളെ, നമ്മളിപ്പോൾ കേരള ആണെങ്കിലും അവർക്ക് അന്യരാണല്ലോ. അപ്പോൾ ടൂറിസ്റ്റുകാരനെ അവർ നല്ലപോലെ മുതലാക്കും. ബിഗ് ബാൺ ഫാം അന്വേഷിച്ചിട്ട് വന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ ഉള്ളത് ഓർഗാനിക് സർട്ടിഫൈഡ് വസുന്ധര ഫാം എന്നാണ്. സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നോക്കാം. അതന്നെ ബിഗ് ഫാം നാച്ചുറൽ ക്യാമ്പ് സംഭവം തന്നെ. ഇനിയിപ്പോൾ സെക്യൂരിറ്റി നമ്മളെ കുറച്ച് പിടിച്ചിട്ട് എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ നമ്മളിവിടെ നിന്ന് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ നമ്പറും ഉണ്ടായിരുന്നില്ല അവരുടെ. അപ്പോൾ പ്രകാശ് ദർശൻ എന്ന് പറയുന്ന ഒരാളെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇത്തിരി വൻ ഹൈ സെറ്റപ്പാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് തേക്ക്, കൊള്ളാം. എന്തായാലും നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഏരിയ. നല്ല പോലെ തണുപ്പുണ്ട് ഈ ഏരിയ. ഇവിടെ ശരിക്കും ഒരു ഫാം സ്റ്റേ സെറ്റപ്പിൻ്റെ വീടിൻ്റെ സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. റിസർവ്ഡ് ഫോർ നാച്ചുറൽ ലവേഴ്സ്. എനിക്ക് തോന്നുന്നു ഇത് വീടാണ് തോന്നുന്നു കേട്ടോ. ഇത് വീടാണോ ഇനി സ്റ്റേൻ്റെ സംഭവമെന്ന് അറിയില്ല. ഇവിടെ വീടുകളുണ്ട്. എന്തായാലും കൊള്ളാം. എനിക്ക് ഇങ്ങനത്തെ ഗേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗേറ്റ്. പക്ഷേ അത് നമുക്ക് ഫാമിൽ ഇങ്ങനത്തെ പറഞ്ഞ സെറ്റ് ചെയ്യണം. ഇത് ആക്ച്വലി ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കാണാൻ പറ്റും ക്യാമ്പിംഗ് സ്റ്റോറി ട്രീ ബാൺ പ്ലേ. നമുക്ക് ക്യാമ്പിംഗ് സൈഡിലേക്ക് പോവാം. ഇവിടെ വന്നാൽ കയറി നിൽക്കുന്ന കാഴ്ച എന്താണെന്നറിയോ? കുറേ സ്കൂൾ കുട്ടികളോട് ഒരേ ചാടിക്കളി. സംഭവം കൊള്ളാട്ടാ, കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. വന്ന് എൻട്രി കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. കുഞ്ഞു മക്കൾ ഇവിടെ വന്നിട്ട് പാട്ടൊക്കെ ഇട്ട് ഫുള്ള് ഡാൻസ്. ഇവിടെ പാട്ടൊക്കെ ഇട്ടിട്ട് പിള്ളേരൊരേ പൊളിയാണ് കേട്ടോ. ഇതാണ് ആക്ച്വലി ഫാം സ്റ്റേ എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. സോ നമ്മളിവിടെ ആദ്യമായിട്ട് വന്ന് കണ്ടത് മിസ്റ്റർ പ്രകാശനെയാണ്. സോ മൂപ്പരാണ് നമുക്ക് എന്താണ് ഇവിടുത്തെ സെറ്റപ്പ്, എന്താണ് സാധനങ്ങൾ എന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതുപോലെയല്ല, ഇത് വളരെ ഹ്യൂജ് എന്താ പറയുക ഒരു സെറ്റപ്പാണ്. നമ്മൾ വിചാരിച്ചൊരു ചെറിയ സെറ്റപ്പല്ല. അത്യാവശ്യം നല്ലപോലെ കാശിറക്കിയിട്ടുള്ള പരിപാടിയാണിത്. അപ്പോൾ മൂപ്പരെന്നെ വിളിച്ചിട്ട് കൊണ്ട് നമ്മുടെ ഇവിടെ ഒരു ലാബ്രഡോറൊക്കെ ഇവിടെ വെറുതെ നടന്ന് കളിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഭയങ്കര പീസ്ഫുൾ ഏരിയ കേട്ടോ, ഭയങ്കര പീസ്ഫുൾ ഏരിയ. സോ നമുക്ക് മൂപ്പറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം അതിനെക്കുറിച്ച് എന്താണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന്. അപ്പോൾ ഞാൻ ആക്ച്വലി എന്താ പറയുക ബിഗ് ബാൺ ഫാമിലിക്ക് എത്തി. കുറച്ച് കഷ്ടപ്പെട്ടു ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്താ പറയുക ബസ്സും ട്രെയിനൊക്കെ കുറച്ച് കഷ്ടമായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ ബൈക്കും കാറുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ല. ലാസ്റ്റ് നമ്മൾ മിസ്റ്റർ പ്രകാശനെ മീറ്റ് ചെയ്തിട്ടുണ്ട്.
മൂപ്പരാണ് ഇവിടുത്തെ സെറ്റപ്പുകൾ എന്താണ്, എങ്ങനെയാണിത് തുടങ്ങിയത്, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മൂപ്പർ പറയുക. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആണ്. ഞാൻ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ കുഞ്ഞു മക്കൾ അവിടെ പാട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാമിൽ വന്നിട്ട് ഫാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനുമുള്ള ഒരു ഫാം സെറ്റപ്പ്. Outdoor academy here. Okay. So outdoor academy in the sense, the planning is when the child come here, what we are going to tell them, we are tell the value of the cows and farm animals and the trees, plants and medicinal plants, about the mud. Even in the cities, city people, city children, they don't want to touch the mud. Yeah, that yes, kind yes. of a atmosphere right now in the present days. So we'll tell the value of the mud because there is no any this is an organic certified farm and all. Okay. So at the same time, children used to come, they used to play in the mud and they used to go with the animals. They will touch it. They used to do a touch and feel, and emotionally they used to connect with the nature and Yes, animals. yes, yes. That kind of a program at present, which is what you can see it's happening. Yes, yes, yes. When they finish all the things, and after that we'll put a small music and they'll do a dance and enjoy. So before they go to the boarding to the bus. Okay. So at the same time, we used to do a lot of training oriented programs here, like a summer camp and training oriented camps, team building oriented and personality development oriented, and the leadership qualities kind of a programs we used to design here. Okay. And adventure oriented course also we used to design here. Okay. So that is what this place we are doing a lot of planning in this particular place. This is a small introduction about the Big Barn Farm. Okay. So till here, whatever the stream flows. So till here we have, we do a lot of activities till there. But that side of the stream we never touched it. So it is retaining still as a forest. You can see a lot of trees and creepers, and it looks very dense when compared to this part of the Big Barn Farm. Yes, yes, yes. Okay, Darshan, you can tell. Yeah. So basically, Labradors are meant for retrieving birds. So Yes. what happens is, like, they in the European countries they use labs to retrieve the birds. The hunt. They used to hunt a lot of ducks. So when they shoot the ducks used to go on, fall in a different place. Yes. They used to send the labs to retrieve those ducks. That's why the Labrador Retriever. Yeah, that's why they call in Labrador. Bangalore and city, what we have done, we have made them like a babies. Yes. But generally, they are Like- the dogs with best sniffing skills as well as running skills. Running as well. skills. That's why my dogs are very lean. എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബ്രഡോർ റിട്രീവർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലും രാജ്യങ്ങളിലും ഇത് ഉപയോഗിച്ചിരുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികളെ വെടിവെച്ചിട്ട് അത് പല സ്ഥലങ്ങളിൽ പോയിട്ട് വീഴും. ആ പല സ്ഥലങ്ങളിൽ പോയിട്ട് വീഴുന്ന പക്ഷികളെ പോയി റിട്രീവ് ചെയ്തെടുത്തിട്ട് വരുന്ന ഡോഗ്സാണ് ലാബ്രഡോർ റിട്രീവർ. അങ്ങനെയാണ് ഇവർക്കൊരു ലാബ്രഡോർ റിട്രീവർ എന്ന് പേര് വന്നത്. ഓക്കെ, നമ്മളിവിടെ ഇനി എത്തിച്ചേരുന്നത് ഗിർ കൗസ്. ഓക്കെ, ദിസ് ഈസ് പ്യുവർ ബ്രീഡ്, റൈറ്റ്? Pure gear cows. ഇതായത് ഗിറിൻ്റെ ഏറ്റവും പ്യുവർ ബ്രീഡാണ് ഇവിടെ കാണുന്നത് കേട്ടോ. വളരെ ഹ്യൂജ് ആയിട്ടുള്ള ബ്രീഡ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആയിട്ടുള്ള ഗിർ ബ്രീഡ്സ്. ഇതിൻ്റെ കണ്ണൊക്കെ നോക്ക്. ദീസ് ഐസ് ആർ ലൈക്ക് ദീസ്. Yeah. They're like little claws. അവരുടെ കണ്ണൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ട് കണ്ണേ കാണില്ല. നമ്മുടെ നാട്ടിലത്തെ ഐഷ പാത്തുബ പോലുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ കയ്യിൽ കണ്ണനുണ്ടായിരുന്നു, പക്ഷെ അത് ക്രോസ് ബ്രീഡായിരുന്നു. പക്ഷേ ദീസ് ആർ എന്താ പറയുക, അടിപൊളി ബ്രീഡ്. ക്യാൻ ഐ ടച്ച്? യാ, ഓക്കെ. മൂപ്പര് തൊടാൻ പറ്റി വെച്ചപ്പോൾ നമുക്ക് ഉള്ളിൽ പോകാനാണ് പറഞ്ഞു. ഇവിടെ പശുക്കളുണ്ട്. പശുക്കൾക്ക് ഇതാ പാല് ഇറക്കുന്നു. ചവിട്ടാതിരിക്കാൻ എന്താ കാലൊക്കെ കെട്ടുന്നു. അപ്പോൾ ഇതൊരു ഒരു കാറ്റിൽ ഏരിയ ആണ് കേട്ടോ, നമ്മുടെ ഈ ഒരു തൊഴുത്ത് എന്നൊക്കെ പറയുന്ന സാധനം. അതാ ഇവിടെ വമ്പൻ പോത്തുകളുണ്ട്. പോത്തിൻ്റെ കൊമ്പോക്ക് ഇതാ ഒരു ഗിറ്. ഓക്കെ, So we have both buffaloes and gear cows. ഇവിടെ ഇവർക്ക് എന്താ പറയുക, ഗിറുണ്ട്. ബഫല്ലോ എന്നൊക്കെ പറഞ്ഞാൽ വമ്പൻ ബഫല്ലോ കേട്ടോ. ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല. ഇവരുടെ സൈസ് എന്നൊക്കെ പറയുന്നത് അപാര സൈസ് എന്ന് പറഞ്ഞാൽ അതാ എൻ്റെ ഇത്രയുണ്ട്. ഗിറ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഒറിജിനൽ ഗിറ്, കണ്ടില്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഗിറൊന്നും അല്ല ഗിറ്, ഇതാണ് ഒറിജിനൽ ഗിറ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വലിയ ഫ്രണ്ട്ലി ആണ്. സാധാരണ ഇവർ നല്ല തട്ടലുണ്ട്. പക്ഷെ ഇവിടെ കിടക്കുന്ന നോക്ക്, ഇവർക്ക് ഗിറിൻ്റെ പ്യുവർ ഒറിജിനൽ ബ്രീഡും ബഫല്ലോൻ്റെ ഒറിജിനൽ ബ്രീഡും. പോത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത്ര വലിപ്പം ഉണ്ടാവും പോത്തുകൾക്ക്. ഈ പോത്തുകളുടെ വലിപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, വീഡിയോയിൽ അത്ര മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഞാൻ വേണമെങ്കിൽ ഞാൻ നിന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കൊമ്പ് നോക്ക്. ഇതിൻ്റെ കൊമ്പ് എന്ന് പറയുന്നത്
ഫ്രണ്ട്ലി ആയിട്ട് ആൾ ഒരു പ്രശ്നമല്ല. കൊമ്പ് നോക്കുതാ. ആ എന്താണിത്? ഇപ്പോൾ നമ്മളിത് ഇവിടെ ബിഗ് ബാൺ ഫാമിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു സെറ്റപ്പിലാണ് ഞാനുള്ളത്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെയുള്ള എന്താ പറയുക ബേർഡ്സിനും അതുപോലെ തന്നെ ഡക്സിനും ഫസ്റ്റ് ഓഫ് ഓൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ്. ആക്ച്വലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. എന്താ പറയുക ഇവരുടെ ആദ്യത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടച്ച് ആൻഡ് ഫീൽ. ഇവിടെയുള്ള കുട്ടികൾക്ക്, ബാംഗ്ലൂരുള്ള അല്ലെങ്കിൽ കർണാടകയിലുള്ള കുട്ടികൾക്ക് മൃഗങ്ങൾ എന്താണെന്ന് അറിയാൻ. നമ്മളിപ്പോൾ പുസ്തകത്തിൽ പഠിക്കും, കൗ എന്ന് പറഞ്ഞ് പഠിക്കും, നോട്ട്ബുക്കിൽ നമ്മൾ കാണും, ടെക്സ്റ്റിൽ കാണും, പക്ഷെ അതവർ തൊടാനോ ഫീൽ ചെയ്യാനോ ഒന്നും അറിയില്ല. വെളിയിൽ നമ്മൾ പശുവിനെ കാണുമ്പോഴേക്കൊക്കെ അവർക്ക് ഭയങ്കര ബേജാറാവും, അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു അഗ്ലി ക്രിയേച്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡിലുണ്ടാവും. പക്ഷെ ഇവിടെ ബിഗ് ബാൺ ഫാമിലി വന്നിട്ട് കൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗവിനെ തൊടാനും അറിയാനും ഓർഗാനിക്കായിട്ട് അതിനെ മനസ്സിലാക്കാനുള്ള ഒരു സെറ്റപ്പാണ് ബിഗ് ബാൺ ഫാം ഒരുക്കുന്നത്. ഇത് ഇവരുടെ ഒരു പുതിയ സെറ്റപ്പാണ്. ഇവിടുത്തെ കേജ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും സ്ലൈഡിങ് സെറ്റപ്പ്, മുകളിൽ ഇങ്ങനെ റോള് കൊടുത്തിട്ട് ഒരു സ്ലൈഡിങ് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ദിസ് ഈസ് പോളിത്തീൻ ഷീറ്റ്, റൈറ്റ്? പോളികാർബണേറ്റ് ഷീറ്റ്. പോളികാർബണേറ്റ് ഷീറ്റ്. ഇതിന്റെ ഒരു ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റ് ഫുൾ ടൈം സൺലൈറ്റ് കിട്ടാണ്. അപ്പോൾ നമ്മൾ ബേർഡ്സിന് ഇതിൽ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ബേർഡ്സിന് നിരന്തരമായി കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ആണ്. സോ അവർക്ക് എന്താ പറയുക സൺലൈറ്റ് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ. പിന്നെ ഇവിടെ ഒരു ചെറിയ പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പോണ്ട് എന്ന് പറയുന്നത് പുതുതായിട്ട് എന്തെങ്കിലും താറാവുകൾ കാര്യങ്ങൾ അങ്ങനത്തെ സെറ്റപ്പ് വരികയാണെങ്കിൽ താറാവുകൾക്ക് കുളിച്ചിട്ട് അതുപോലെ തന്നെ ഉള്ളിക്കാറാണ്. ഇതും ഒരു സ്ലൈഡിംഗ് ഡോർ സെറ്റപ്പ്. അപ്പോൾ ഇത് ഇനിയും ലോഞ്ച് ആയിട്ടില്ല, ഇവരിത് മാർച്ചിൽ ലോഞ്ച് ആക്കും എന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് വെരി വെരി ഇന്നോവേറ്റീവ് ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്. താങ്ക് യു. വേർമി കമ്പോസ്റ്റിംഗ് യൂണിറ്റ്, റൈറ്റ്? വേർമി കമ്പോസ്റ്റിംഗ് യൂണിറ്റ്. അതായത് ജൈവവളം സംരക്ഷിക്കുന്ന സ്ഥലം, അതായത് ചാണകവും പരിപാടികളൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലം. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന്. ഇത് കംപ്ലീറ്റ് ചാണകമുണ്ട്. അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ചാണകമാണ്. യു ഹാവ് സ്റ്റോർഡ് ഓൾ ദി കൗഡങ്സ് ഹിയർ, റൈറ്റ്? Yes. Over there, and then later we'll shift it to different stages. ഓക്കെ. കൗഡങ് ഡിഫറെൻറ്റ് സ്റ്റേജിൽ ഇവർ മാറ്റുന്ന ഒരു പരിപാടിയാണ്. This is like fresh dump. ഓക്കെ, ഇത് ഫ്രഷ് ആയിട്ടുള്ള ചാണകം, പച്ച ചാണകം. So these are the different stages of process. ഓക്കെ. So as you can see it here, this one will be ready to use almost like we will filter it and it's almost like ready to use. Okay, ഈ ചാണകം നമുക്കിനി we can use it for plants and all the things. Yeah, directly you can use it for plants. It will take some time. So these are the different stages. Along with cow dung, we're going to put a different leaf called Gliricidia. That means? Gliricidia is a leaf which is very rich in nitrogen. Okay, cool. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് സ്റ്റേജിലുള്ള ചാണകങ്ങൾ, നമുക്ക് ചാണകങ്ങൾ പല സ്റ്റേജിൽ, ഇത് ഫ്രഷ് ചാണകമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പല സ്റ്റേജസിലെ പല ഏജിലും പല സ്റ്റേജസിലുമുള്ള ചാണകങ്ങൾ ഇവരിവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ലേറ്റർ അതിന് ശേഷമാണ് ഇവരിത് എന്ത് കിട്ടുക, ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇതിലെന്തോ ഒരു ഇലകളും ആഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇലകൾ എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് ദീസ് തിങ്സ് യു ആർ ടോക്കിംഗ് അബൌട്ട്. ഓക്കെ. അപ്പോൾ ഒരു പ്രത്യേക എന്താ പറയുക ഇലയും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മൂപ്പർ പറയുന്നത്. സോ ഇതാണ് ഇവരുടെ ഒരു വെർമി കമ്പോസ്റ്റ് ഏരിയ, അല്ലെങ്കിൽ ചാണകം ജൈവവളം ഉണ്ടാക്കുന്ന. ഓക്കെ, അപ്പോൾ നമുക്കും ഇത് ട്രൈ ചെയ്യാം. നമ്മുടെ വീട്ടിലെ ചാണകം ഉള്ളവർക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇട്ടിട്ട് അതിൽ ഇലകൾ ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെർമി കമ്പോസ്റ്റ് ആവും. നമ്മുടെ കൂടെ ഷാഡോ കൂടെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളൊരു അടിപൊളി ലാബ്രഡോറാണ്. ഹണ്ടിങ് സ്കിൽസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, അറിയില്ല നമുക്ക്. പക്ഷെ ആൾ ലൈക്ക് ഹാംഫുള്ളാണ്. ഇവിടെയുള്ളവർക്ക് പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു സംഭവം. ഓ മൈ ഗോഡ്, എന്താണിത്? എന്താ പൊന്നോ, ഗിറ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഉള്ളിക്ക് കയറി. ഗിറ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ, ഇത് ഒരു രക്ഷയില്ലാത്ത ഗിറായി പോയിട്ടാ. These are very scary actually. No, they are very friendly. Yeah, they are very friendly, but like I have never seen. She is not, but he is very friendly. This is boy, right? That is also a breeding one. Okay. Actually എൻ്റെ ഹൈറ്റ് ഉണ്ട്. ആ കൂന എന്ന് പറയുന്നത് എൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടാ. Oh god. So ഇതിന്റെ ഒറിജിൻ എവിടെയാണ് ആക്ച്വലി? Yeah. They are all original cases. I'm asking about like where is the origin of this breed? Gujarat state. Gujarat state. State, they have a forest called Gir forest.
Oh. So all of these gir cows belong to that forest. Okay. So that's why the name gir. ഗിർ And ഗുജർ he's Mahadeva and he is Basant. മഹാദേവ എന്ന് പറയണ ആക്ച്വലി വളരെ വലിയ ഹ്യൂജാണ്. അല്ല തല തന്നെ ഉണ്ട്. നോക്ക് ആളുടെ എത്രയുണ്ട് നോക്ക്. അയാളുടെ ഹൈറ്റിനെ കാട്ടിയുണ്ട് ഈ ഗിർ എന്ന് പറയുന്നത്. അപ്പോൾ കെട്ടിയിട്ട് എന്താ പറയുക, ഇത് മഹാദേവ് റൈറ്റ് ഇതിൻ്റെ പേര് മഹാദേവ് എന്ന്. അത് വന്നിട്ട് ബസന്ത്. അല്ല ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ബസന്ത്, അത് ബസന്ത്. ഇത് വന്നിട്ടൊരു ഫീമെയിൽ ഗിറാണ്. ഇത് ആക്ച്വലി ശരിക്കും ഞാൻ കണ്ട ഞെട്ടിപ്പോയിട്ടാണ്. ഞാൻ വിചാരിച്ച പോലെ അല്ല. ഇത് ഭയങ്കര ഹ്യൂജായി പോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഗിറിനെ കണ്ടിട്ടില്ല. സോ ഞാനും തൊട്ട് നോക്കുന്നുണ്ട്. She is not comfortable, but he is always comfortable. അപ്പോൾ ഇതൊക്കെ ഇതൊരു കളർ വെറൈറ്റി ഭയങ്കര രസമുണ്ട് ഇതിനെ കാണാൻ. കളർ വെറൈറ്റി ഇത് ആഴ്ചകൾ മാത്രം പ്രായമുള്ള പ്യുവർ ഗിറിൻ്റെ കുട്ടികളാണ്. ഇവിടെ തന്നെ ജനിച്ച് ഉണ്ടായ കുട്ടികളാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഇവരിനെ കാണാൻ. അല്ല ഇതിൽ എത്ര തന്നെ ഉണ്ടെന്ന് അറിയോ. ഇതുകളാണ് ഇമാരി ഗജഗംഭീര സാധനങ്ങളാവുന്നത്. ഇവിടെ ലൈറ്റ് അത്ര ഇല്ലാത്തതുകൊണ്ട് നേരെ കാണില്ല. പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബേബീസ് ഇട്ടാണ്. അപ്പോൾ ഈ വന്നതെന്തായാലും മുതലായി. ഒറിജിനൽ ബ്രീഡ് ഗിർ നമുക്ക് കാണാൻ പറ്റി. ഇതാണ് ആക്ച്വലി ഒറിജിനൽ ബ്രീഡ് ഗിർ എന്ന്. സോ ഇവിടെ ഗിർ ഈസ് ഫ്രം ഗുജറാത്ത് റൈറ്റ്? എന്തുകൊണ്ടാണ് ഗിർ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലുള്ള ഗിർ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങനെ കൂട്ടമായി മേയുന്ന സാധനങ്ങളുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവന്ന ഗിറുകളാണിത്. ഒറിജിനൽ ബ്രീഡ് ഗിർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ളിൽ കണ്ടില്ലേ മഹാദേവൻ ബസന്ത് എന്ന് പറയുന്നത്. ആക്ച്വലി എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട് അത്. അതിൻ്റെ നിന്നൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും. അങ്ങനത്തെ സെറ്റപ്പാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ ഗിറ് എൻ്റെ ഇത്രത്തോളം ഉണ്ട്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് കേരളയിലൊന്നും ഇത്ര വലിയ ഗിർ കാണാൻ പറ്റില്ല. മാർക്കറ്റിലൊന്നും അത് ചവിട്ടി ഇട്ടിക്കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഇവിടെ ഉള്ളത് പഞ്ചാബിൽ നിന്നുള്ള ബഫല്ലോ മുറ. നമ്മൾ പറയും മുറ എന്ന് പറയുന്നത് നോർമൽ പോത്തിനെ കാട്ടി നല്ലപോലെ എന്താ പറയുക സൈസ് വരുന്ന പോത്തുകളാണ്. ദിസ് ഈസ് ഫ്രണ്ട്ലി റൈറ്റ്? ഭയങ്കര ഫ്രണ്ട്ലി ആണ്. മുറ എന്ന് പറയുന്നത് ഇത് ലൈക്ക് ഇതും ആക്ച്വലി എൻ്റെ ഒരു ഫുൾ ലെങ്ത് ഉണ്ട് കേട്ടോ ഈ ബഫല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ആക്ച്വലി മുറ ബഫല്ലോ എന്ന് പറയുന്ന സാധനം വരുന്നത്. ആക്ച്വലി ഈ ഒരു വരവ് ശരിക്കും മുതലായി എന്ന് പറയാം. കാരണം ഇത്രമേൽ ഹ്യൂജ് ആയിട്ടുള്ള കാറ്റിൽസിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കുറച്ച് ദൂരത്തേക്ക് യാത്ര ചെയ്താൽ മാത്രമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഗിർ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കാണുന്ന ഗിറും അല്ല, പോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കാണുന്ന പോത്തും അല്ല. ഇതാണ് ഒറിജിനൽ പോത്തുകൾ. ഓക്കെ, ഗിറിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ആൾ ചിലപ്പോൾ കിക്ക് ചെയ്യാന്നാണ് പറയുന്നത്. ഇവരിൻ്റെ മിൽക്കിംഗ് ടൈമാണ്, പാല് കറക്കുന്ന സമയമാണ്. നല്ല മൂപ്പരെന്നെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ കഥയോ ഈ കാണുന്ന ഗിറുകളുണ്ടല്ലോ, ഈ ബാക്കിൽ കാണുന്ന ഗിറുകൾ കംപ്ലീറ്റ് ഇവിടെ ജനിച്ചതാണ് കേട്ടോ. ജുവനൈൽസ് ഗിറാണ്. ഈ കാണുന്ന കംപ്ലീറ്റ് ഗിറുകളും ആക്ച്വലി ഇവിടെ ജനിച്ച ഗിറുകളാണ്. ആസാം വന്ന് വഴിമാറിയിട്ടുണ്ട്. നമ്മൾ ഗിറിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോവുകയാണ്. എല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും കൂടെ അടുത്ത് കയ്യിൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. ഇവര് നല്ല അണക്കുള്ള ജീവികളാണ് കേട്ടോ. ശരിക്കും നമ്മുടെ കണ്ണനെയൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ നല്ല അണക്കുള്ള ജീവികളാണ്. ഇത്രയും ഗിർ ഇവിടെയാണ് ജനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ തീറ്റച്ചെലവും കാര്യങ്ങൾ തന്നെ ഒരു ഹ്യൂജ് സംഭവമാണ്. ഇത്രത്തോളം ഗിറുകൾ ഇവിടെ ജനിച്ച് വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അത് നോക്ക്, ഇതുകളുടെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ഗിറൊക്കെ എന്ത് ഗിറ്, ഇതാണ് സൈസുകൾ കണ്ടില്ല. അയ്യോ, ഇതിൻ്റെ നിന്നൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ തീരുമാനമാവും. ഒരു നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ, വലിയ പ്രശ്നമില്ല. നമ്മുടെ എന്ന് പറഞ്ഞൊരു പരന്ന തലയില്ല, ഇതുകൊണ്ട് കറക്റ്റ് മുട്ടത്തലയാണ് കേട്ടോ. അവിടെ നോക്ക്, മുട്ടത്തലയാ ഇവിടെ കളർ പെയിൻറ്റ്, ഇതിൻ്റെ മേത്തൊക്കെ പെയിൻറ്റ് വീണ പോലെ ഉണ്ട്. ഇതാണ് ഗിറ്.
നിങ്ങൾ ഇത്ര വലിയ ഗിറുകൾ കണ്ടിട്ടില്ലല്ലോ. ഗിറ് എന്ന് പറഞ്ഞാൽ ഇത്രയും സൈസ് ഉണ്ട്. ആക്ച്വലി ഇത്രയും വലിയ സൈസ് ഉണ്ട് ഗിറ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. നമുക്ക് പുതിയ പുതിയ സംഭവങ്ങൾ കാണാം. കന്നുകാലികളെ കെട്ടാൻ ഇവരുണ്ടാക്കുന്ന പുതിയ സെറ്റപ്പുകൾ കണ്ടില്ലേ? എന്താ നോക്ക്, ഇവർക്ക് നിൽക്കാനുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇവിടെ നോക്ക്, എന്താ പറയുക, ഓരോ ഗ്യാപ്പ് വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാണ്ടിരിക്കാൻ വമ്പൻ സെറ്റപ്പ് കിട്ടാം. ചില്ലറ കളികളല്ല, വലിയ വമ്പൻ സെറ്റപ്പാണ്. ഇവിടെ കുറച്ച് കോഴിക്കാർപ്പുകളുടെ ഒരു പോണ്ടുണ്ട്. ഇതിൻ്റെ ചിറകുകൾ നോക്ക്, വമ്പൻ ചിറകുകൾ കേട്ടോ. എനിക്കൊരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ കളറുകൾ നോക്കി നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണണമെന്ന് അറിയില്ല, പക്ഷേ അതിൻ്റെ ഇതളുകളൊക്കെ ഭയങ്കര ഹ്യൂജ് ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന കോഴിക്കാർപ്പല്ല, കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയുള്ള കോഴിക്കാർപ്പ്. ദീസ് ആർ പ്യുവർ കോഴിക്കാർപ്പ്. അതിൻ്റെ ചിറകുകൾ, അതിൻ്റെ എന്താ പറയുക, അത് fins are like very huge in Kerala. Again it's a different subspecies of koi carp. Okay. Yeah. ഓക്കെ. അപ്പോൾ ഫിന്നുള്ളത് കുറച്ച് വേറെ സ്പീഷീസ് ആണെന്നാണ് മൂപ്പര് പറയണത്. പക്ഷെ നല്ല വലുപ്പമുണ്ട് കേട്ടോ സാധനങ്ങൾ, നല്ല വലുപ്പമുണ്ട്. യെസ് യെസ്. That's a different koi carp. Okay. So like in normal water it is no problem, rain season came. When rain comes, that is a good season for breeding. Okay. Yeah. So like I'm asking about the pH value or anything, is there? No. No issue. We are just put it in the wild and they are all happy. അപ്പോൾ ഇങ്ങനെ വെറുതെ വൈൽഡ് ആയിട്ടാണ് വളർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നോ ഫിൽട്രേഷൻ സെറ്റപ്പ് ഓർ എനിത്തിങ്. Nothing. And this is like second generation of koi. So they already has breeding and you can see the babies also coming out here and there. Small babies will come. Okay. Here it's like, since it's open, we get kingfisher, eagles, they'll be catching these fishes. യെസ്. അപ്പോൾ ഇവർ ഇതിനെ വളരെ വൈൽഡായിട്ടാണ് വളർത്താൻ വിട്ടിരിക്കുന്നത്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. മഴ സമയത്താണ് ഇവരുടെ ഒരു ബ്രീഡിങ് ടൈം എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇതെന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് കുറച്ചുള്ള പോലെയല്ല, പക്ഷെ ഉള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് വലിയ സാധനം. റെഡൊക്കെ നോക്കി എന്താ ഭംഗി കാണാൻ. ഓക്കെ. യെസ്. അത് ഇത്തിരി ഡിഫറെൻറ്റ് സാധനം കേട്ടോ. ഇത്തിരി വലിയ സാധനം ഈ കാണുന്നത്. നമുക്ക് പോയി പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല. ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ റൈറ്റ്. ഇറ്റ്സ് നോട്ട് റൈറ്റ് നോർമൽ. ഇത് കണ്ടില്ലേ? ഇതാണ് പറഞ്ഞ ഏഞ്ചൽ ടൈപ്പ്. ഇതൊക്കെ എന്താ ഭംഗി നോക്കിയാൽ കാണാൻ. അതിൻ്റെ ഫിന്നും കാര്യങ്ങളും ഇവിടെ പോയി. ഇവിടെ അടുത്തൊരു ഇതെന്ന് പറയുന്നത് വേറൊരു വാട്ടർ ബോഡി. ഇവർ സേവ് ചെയ്തിരിക്കുന്ന മഴവെള്ളം തന്നെ സേവ് ചെയ്തിരിക്കുന്ന വേറൊരു വാട്ടർ ബോഡിയാണ്. ഇങ്ങനെ സേവ് ചെയ്താലോ എന്താ പറയുക, ത്രൂ ഔട്ട് ഇയർ വെള്ളം ഇവിടെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സാധനം. മുമ്പ് മീനിടാൻ പോകുന്നത്. ഇത് ഇട്ടതും വന്ന് കൊത്തണം. കൊത്തുന്നുണ്ട് കേട്ടോ അവർ. ശരിക്കും കാണുന്നില്ല, ചെറിയ മീനുകൾ. ദീസ് ആർ സ്മോൾ ഫിഷസ്, റൈറ്റ്? Yeah. So this is like curry. So you see this. കുഞ്ഞു മീനുകൾ. എല്ലാവരും തിന്നലും ഒക്കെപ്പാടെ കഴിഞ്ഞു കേട്ടോ. അത്രയ്ക്ക് ഫാസ്റ്റാണ് ഇവരുടെ കാര്യം. ഇടുന്നു, തിന്നുന്നു, കഴിയുന്നു. എന്തോ മഴ വന്ന് ഇറ്റ് ഈസ് ലൈക്ക് റൈനിങ്. മഴ വരുന്ന പോലെ ഉണ്ട് മൂപ്പര് തീറ്റിയിടുന്ന സമയത്ത്. ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു പീസ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം അതുതന്നെയാണ്. ലൈക്ക് നമ്മൾക്ക് എങ്ങനെ ഒരു സെറ്റപ്പ് ആവണം ഇൻഷാല്ലാ. So like how is your experience like working like here? It is very peaceful, right? Very much. So I used to work in a corporate before. Okay. And later I shifted here to the Big Barn Farm. It's one of my best experience. I mean, once you come, you see a lot of dogs. Yes. Okay, and you do programs for smaller kids. Explain them about butterflies and their eggs, metamorphosis, and all these things. If possible, we'll try to find a caterpillar. Where is it? I don't know where is it. There it is. പട്ടാമ്പൂച്ചി കിട്ടുമോ നോക്കുകയാണ്. This is, so you can see this is a milkweed. And this is a small caterpillar. It is a butterfly caterpillar. You can see 1, 2 here, and too much of this. There should be a bigger one as well. So I think this is a tiger. One second, I'll cross check. ഓക്കെ. ഇവർ ഇത്തിരി ബട്ടർഫ്ലൈയിൽ എക്സ്പേർട്സ് ആണ്. സോ അതുകൊണ്ടാണ് ഇവർ കാറ്റർപില്ല് കണ്ട ഉടനെ അത് ഏത് ടൈപ്പ് ബട്ടർഫ്ലൈ ആണെന്ന് പറയുന്നത്. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത്
ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ബട്ടർഫ്ലൈ ഫോട്ടോഗ്രാഫേഴ്സ് റൈറ്റ്? Yeah. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ബട്ടർഫ്ലൈ ഫോട്ടോഗ്രാഫറിന് അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ So and then here we also want to teach kids about the importance of insects, caterpillars and butterflies. Okay. So like can I ask like in normal houses like if we want to attract the butterflies, what should we do? Put curry leaves, lemon plants, okay, and hibiscus and nectarine plants. Okay. So curry leaves and lemon plants, they act as a host species. Okay. For example, for silk moth, they put mulberry leaves. Okay. Mulberry, why they use mulberry and they eat mulberry and they don't eat other leaves is like that particular species are the host plant. So every tree has a butterfly related to butterfly. Okay. So the Gava blue comes and lay eggs here in the Gava plant. Okay. So milkweeds, whenever you have this yucca, so this particular species of butterflies will come and lay eggs on this. Okay. So we have Pongamia, the butterflies will come and lay eggs on this. Okay. So there are different species of butterflies related to different species of trees. Okay. So you put curry leaves, you put even jackfruit I don't remember, but mango has a baron, and all these species we call it as host plants. Okay. The butterflies will come and sit and lay eggs only on this. So whenever there is a host plants, it can attract a lot of butterflies. Along with that, there should be nectarine plants. Nectarine plants In the sense the one with lot of flowers. Okay. So butterflies will come and sit and it will take lot of flowers. If you want, I can give you the reference of lot of people who do this butterfly things in Kerala as well. Yeah, sure. Like okay. സോ ഇതാണ് നമ്മുടെ ദർശനം. അതായത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ പൂമ്പാറ്റകൾ വരിക എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൂപ്പര് പറഞ്ഞ കുറച്ച് ചെടികളാണ് പറഞ്ഞത്. നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചെടികൾ തന്നെ. കറി ലീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, കറി ലീവ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതിനെ പറയുക, നമ്മുടെ കറിവേപ്പില മലയാളത്തിൽ യൂസ് ടു കോൾ കറിവേപ്പില. കറിവേപ്പില. പിന്നെ ഹിബിസ്കസ് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തി. ദെൻ അനദർ തിങ് യു ഹാവ് സെഡ് മാംഗോ. ഓക്കെ. Mango, Gava. Like I'm asking like if you are setting a garden, butterfly garden. Yeah, you have to have host plants as well as nectarine plants. Okay. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങൾ ചെയ്താൽ മതി. നോർമലായിട്ട് നമ്മുടെ വീട്ടിൽ ബട്ടർഫ്ലൈ വരുന്നതാണ് പറയുന്നത്. സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്, പക്ഷേ നമുക്കതിനെ നേരം പോലെ പ്രിസർവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആക്ച്വലി സത്യം. നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ട് കാണുന്ന സമയത്ത് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ നാട്ടിൽ പച്ചക്കറി വിൽക്കുന്ന പരിപാടിയല്ല ആക്ച്വലി. ഇതെന്ന് പറയുന്നത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ഗ്രോത്താണ്. അതിനെ അങ്ങനെ ചെയ്യാൻ അറിയണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആക്ച്വലി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീണ്ടും കാണാം. Lot of videos referring to elephants coming inside the farm, breaking electric fence. ഇവിടെ ആനകൾ വരലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ദാറ്റ്സ് നാച്ചുറൽ സ്ട്രീം ഈസ് കമ്മിങ് ഹിയർ റൈറ്റ്? No, we are very close to Bannerghatta National Park. Okay. Eco-sensitive zone. That's why a lot of elephants do visit the Big Barn Farm. I mean, in a jackfruit season, they do come inside the Big Barn Farm. ഓക്കെ. അപ്പോൾ ആ ഒരു വെള്ളം അവർ തിരിച്ചു വിട്ടിട്ട് അത് സ്റ്റോർ ചെയ്യണത് ഒരു ചെക്ക് ഡാം എന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ്. ഇവിടെ വന്നിട്ടാണ് ഇതൊന്ന് സ്റ്റോർ ചെയ്യുക. പിന്നെ നമ്മൾ ഓക്കെ, ഇത് വന്ന് നിറഞ്ഞു കഴിഞ്ഞാലാണ് ഇവർ അടുത്തത് ചെക്ക് ചെയ്യുള്ളൂ. ദിസ് ഈസ് ദ ചെക്സ് റൈറ്റ്? ലൈക്ക് വേർ യു ലൈക്ക് ഗിവിംഗ് ദ ചെക്സ് ഫോർ ദിസ് ഡാം? Yeah, this is steps further down, but we are not using this water. Okay. We are doing one sort of filtration and we are letting ഇത് നിറഞ്ഞു കഴിഞ്ഞാലാണ് ഇവർ അടുത്തേക്ക് വെള്ളം തിരിച്ചു വിടുക. അപ്പോൾ പിന്നെയും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏക്കർ നടക്കുന്ന ഫാമാണ്. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു വലിയ വാട്ടർ ബോഡി ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് സംതിങ് ലൈക്ക് പ്യുവർ വാട്ടർ ഐ തിങ്ക് സോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളത്തിലാണ് നമ്മൾ പോണത്. ഇതും ഇവർ വെള്ളം തിരിച്ചിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടറാണ്. അപ്പോൾ മഴ സമയത്ത് ഇവർക്ക് എത്രത്തോളം വെള്ളം സേവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വെള്ളം ഇവർ സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, ഫാമിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഈ ലൈനാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പുറത്തേക്ക് തുളുമ്പി പോകുന്നതാണ് പറയുന്നത്. സോ ഏകദേശം സമ്മർ ആവാനായിട്ടും ലൈക്ക് ഇൻ സമ്മർ ദർ വിൽ ബി വാട്ടർ ഹിയർ? less than 4. Maybe whatever the surface you are seeing here, so it will go 4 feet down. 4 feet down, okay. So it is actually 15 feet deep, right? Yeah. എന്നാലും കുഴപ്പമില്ല. മഴവെള്ളം ഇവിടെ അത്രത്തോളം കാലം ഉണ്ടാവും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് CO3 CO5 ഗ്രാസിൻ്റെ സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ കാണുന്ന? സോ ലൈക്ക് ദി CO3 CO5s ആർ ലൈക്ക് കൾട്ടിവേറ്റിംഗ് ഫോർ cows, yes. Yeah.
അപ്പോൾ നമ്മൾ കന്നുകാലികളെ വളർത്തുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ പുല്ല് എന്ന് പറയുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നോ രക്ഷ. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ തീറ്റ ചെലവുകൾ കൂടും. അപ്പോൾ ഇവിടെ കാണുന്ന ഇത്രയും ഗിറുകൾക്കും പശുക്കൾക്കും ഇവർ ഇവിടെ തന്നെയാണ് തീറ്റകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ആക്ച്വലി സത്യം. സോ വാട്ട് കൈൻഡ് ഓഫ് ഫ്രൂട്ട് ഈസ് ദാറ്റ്? Rampala, custard apple. Custard apple, हाँ. सीतापഴം, yeah. This is Rampala. Oh, सीतापഴം and രാംപഴം. അവിടെ എന്തോ പാമ്പിന്റെ പൊത്തൊക്കെ ഉണ്ടല്ലോ. Yeah, we have pythons. You have pythons, ah? We have pythons, we have cobras. Like you are preserving or like they are wandering around here? No, it's okay. Absolutely fine. We are living in those places. Yes. So ഇത് പാമ്പിന്റെ this is snake pit, right? No, this is termite. This is termite only, ah? Termite. ഓക്കെ. ഇത് ചതൽപ്പിറ്റാണ്, അതുകൊണ്ട് പ്രശ്നമല്ല. നമ്മൾ പാമ്പിൻ്റെ പൊത്താണെന്ന് പേടിച്ചു. ചതൽപ്പിറ്റാണ്, അപ്പോൾ പ്രശ്നമല്ല. ഇവരൊരു ഷോർട്ട് കട്ട് എടുത്താണ് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ. ഇവിടെ This is the Gliricidia leaf, which I was telling you. on the cow dung. Cow dung and vermicompost. So this is we chop it and we'll mix it with the vermicompost. Okay. So this is the very rich in nitrogen. Very rich in nitrogen. Can you tell me like once again the name? Gliricidia. Gliricidia. That's a scientific name. Okay. നമ്മുടെ ചാണകത്തിൽ ഇതെനിക്ക് മനസ്സിലായിട്ടില്ല, ഞാനിത് കണ്ടിട്ടുമില്ല നമ്മുടെ നാട്ടിൽ. ഈ സംഭവം നിങ്ങൾ ചാണകത്തിൽ മിക്സ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് വളമാക്കി എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ നിറയെ മരങ്ങൾ തന്നെ ഉണ്ട്. ദിസ് ഈസ് ആക്ച്വലി എ ട്രീയാ? മരമാണൊരു സംഭവം. അപ്പോൾ നമ്മൾ കാട്ടിൽ കൂടെ പോവുകയാണ്. ആക്ച്വലി നമ്മൾ പാലക്കാടൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ നാടും കാടായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. 16 kilos. The plan is to leave it back to the reserve forest at Banegata, and we have also informed forest officials regarding this. So we'll also be uploading the video of releasing it back to the wilderness. Thank you. മൂപ്പര് ഇവിടെ നിന്ന് നിങ്ങളാണ് പിടിച്ചതല്ലേ? ദർശൻ, യു ക്യാച്ച് ദാ? All of us are trained to handle wilderness. Oh, okay. So I am certified in mountaineering from Uttarakanshi, Himalayas. Oh, God. From Nehru Institute of Mountaineering. Okay, cool. That's So great. Parvatarona. അപ്പോൾ മൂപ്പര് ഇവിടെ നിന്നൊരു ലൈക്ക് ഹൗ മച്ച് കിലോ ദാറ്റ് പൈത്തൺ ഈസ്? 16 kilos. 16 kilos. 16 കിലോ ഉള്ള എന്താ പറയുക ഇപ്പം നമ്മുടെ അണലി, ലൈക്ക് ഇൻ മലയാളം വി യൂസ് ടു സേ ഇറ്റ്സ് അണലി. അണലി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് പിടിച്ചിട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ട് മൂപ്പര പിടിച്ച് നിൽക്കുന്ന വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അത് തിരിച്ച് ഇവർ ബന്നാഘട്ട് നാഷണൽ പാർക്കിലേക്ക് തന്നെ തിരിച്ച് വിട്ടു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആക്ച്വലി നമ്മുടെ അവിടെയൊക്കെ പാമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുക, കൊല്ലുക, അതൊക്കെയാണല്ലോ പരിപാടി. ഇപ്പം നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മുടെ അവിടെ ഒരുപാട് ജീവജാലങ്ങളുള്ളതുകൊണ്ട് അതിനെക്കാട്ടിയും ജീവജാലങ്ങളുണ്ട് ഇവിടെ. സോ അവർ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് അവരിൻ്റെ ഏരിയയിലാണ് നമ്മൾ വന്ന് വസിക്കുന്നത്. സോ നോർമലി അവർ വരുന്ന സമയത്ത് നമ്മളവരെ അതേപോലെ പ്രിസർവ് ചെയ്യണം എന്നാണ് ഇവർ പറയണത്. ഓക്കെ, ഇവിടെയും കുറച്ച് പോത്തുകൾ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പോത്തിന് കുളിക്കാൻ. So buffaloes like water. Yes. This is like a swimming pool for buffaloes. For buffaloes. So whenever they are there, so in the afternoon if you come, they all will be jumping and going inside the water. Yes. നമുക്ക് പിന്നെ പോത്ത് വളർത്തിയതുകൊണ്ട് ഇതിനെക്കുറിച്ച് നല്ലപോലെ അറിയാം. ഇവർ വെള്ളം നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ജീവികളാണ്. ചൂട് സമയത്ത് അവരെന്ത് കേട്ടും മൂക്ക് മാത്രം മുകളിലിട്ടിട്ട് കിടക്കും. അതാണ് ബഫലോൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവർ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. സോ ലൈക്ക് വാട്ട് ഈസ് ദെയർ മെയിൻ ഫുഡ്? ലൈക്ക് ദിസ് ഗ്രാസ് ഓൺലിയാ? ഇവിടെ കുറച്ച് ബഫലോ ഉണ്ട്. ദീസ് ആർ ലൈക്ക് മുറ റൈറ്റ്? All of them are Mura buffalo. See, they have broken the wall also. ഇത് കുത്തി ഇടിച്ച് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കന്നുകൂട്ടനെ പോലെ ഉണ്ട് എല്ലാവരും ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുറ ബഫലോസ് റൈറ്റ്? Mura buffalo. നല്ല ഹ്യൂജ് ആയിട്ടുള്ള ബഫലോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമോന്ന് അറിയില്ല. ഇതൊക്കെ കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് നല്ലപോലെ ഹൈറ്റ് ഉള്ളതാണ്. ഇവരെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി. നമ്മുടെ അടങ്ങാറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആൻഡ് ആർക്കും ഇവർ മൂക്ക് കയറോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ലൈക്ക് one the thing I noticed is like you have never pierced the nose, right? Yeah. Let them have their freedom. Yeah. അപ്പോൾ അവരിനെ you are like giving them their wildness. Yeah. So അപ്പോൾ എന്താ പറയുക, ഇവരിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മൂക്കിൽ ഇതോ കുത്തിയിട്ടൊന്നുമില്ല. നമ്മളും കന്നൂട്ടിനെയും കാര്യങ്ങളൊന്നും കുത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ
എന്താ പറയാ ഇവർക്ക് കടക്കാനുള്ള വെള്ളവും കാര്യങ്ങളും ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദിസ് ഈസ് ചൈൽഡാ Yeah, very young. ഇത് കുഞ്ഞ് ഇതൊക്കെ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്ത് ഇവിടെ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ബാക്കിൽ ആർക്കൊക്കെയോ നിൽക്കുന്നുണ്ട്. അവനത്തിന് നല്ലപോലെ വെളുപ്പുള്ള സാധനം, കുറച്ചും കൂടെ ഹെയറിയുമാണ്. Easy. Careful. So we used to put nose knots, but now we have removed it. Yeah. Okay, done. നമുക്കിവിടെ 3 ലൈക്ക് ദിസ് വൺ നെയിം ഈസ് Wan. സ്പെല്ലിംഗ് W-A-N. വാൻ. ദിസ് വൺ ഈസ് മെയിലാ? Yeah, this is male. ഒരു ബ്രൗൺ ലാബ്രഡോർ, പിന്നൊന്ന് നമ്മൾ നേരത്തെ കണ്ട ഷാഡോ. ദിസ് വൺ ഈസ് ലൈക്ക് This is also 9 months. They both born together. ഓക്കെ. April 28th born. ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവിടെ ഉള്ളവർക്ക്. പക്ഷേ എന്താ പറയുക, പക്ഷെ എല്ലാ ശൂരതയും പരാക്രമം ഇവർക്കുണ്ട്. പക്ഷേ ഇവരുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആക്ച്വലി. നമ്മളോട് അങ്ങനെ ചക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഫസ്റ്റ് ഹാർവെസ്റ്റ്. This is Madan, this is Prakash. Hi. No, I am Darshan, he is Prakash. Yeah, this is the sorry. Madan went. Madan went, sorry. Like. Sushmita, tell them 5 minutes, we'll go. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു ചായ കുടിക്കുകയാണ്. ഈ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. സത്യം പറയാലോ, ഞാൻ ഇത്ര ദിവസം ലൈക്ക് ഐ ഹാവ് ട്രാവൽഡ് ഇൻ സിറ്റി, ഇറ്റ് വാസ് വെരി കൺജസ്റ്റഡ്. നൗ ലൈക്ക് ഐ ആം പീസ്ഫുൾ. ദർ ഈസ് പ്ലേസസ് ഇൻ ബാംഗ്ലൂർ ലൈക്ക് വെരി പീസ്ഫുൾ. സോ അപ്പോൾ ആക്ച്വലി എൻ്റെ വീട്ടിലേക്ക് ഇരിക്കുന്ന ഒരു സെറ്റപ്പ്. ഇവിടുത്തെ ഫസ്റ്റ് സീസണാ? First season. This is the first jackfruit of the season. ഓക്കെ. ഇവരുടെ ആദ്യം കഴിച്ചിട്ടുള്ള ജാക്ക് ഫ്രൂട്ടാണ് ഇവിടുത്തെ കേട്ടോ. അതാണ് ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്.